ഹായ് നമസ്കാരം. പൂക്കള് ക്രിയേറ്റിവിറ്റി ഇതാണല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ഫ്ലവേഴ്സിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫ്ലവേഴ്സുകൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ നെസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ചെമ്പരത്തി പോലുള്ള ഫ്ലവേഴ്സ് ആകാം, അതല്ലെങ്കിൽ ചെക്കിപ്പൂ പോലുള്ള ഫ്ലവേഴ്സ് ആവാം. ഇനി കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഫ്ലവറാണ് റോസാപ്പൂവ്, അതേപോലെ തന്നെ ജിപ്സഫീലിയ എന്ന് പറയുന്ന പല ഫ്ലവേഴ്സുകളുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിന്റെ കൂടെ തന്നെ കയറി വരുന്ന ഒരു ഫ്ലവറാണ് ഈ ഒരു കാര്യം, ജിപ്സഫീലിയ അല്ലെ. ഇത് ഫ്ലവേഴ്സിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഫ്ലവേഴ്സിനെ ഒന്ന് മിനുക്കിയെടുക്കാൻ, അതിനൊന്ന് മോടി കൂട്ടാൻ, അതിനൊന്ന് മേക്കപ്പ് ചെയ്യാനുള്ള ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ജിപ്സഫീല. ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിന്റെ പേര് ജിപ്സഫീല എന്നാണ്. പക്ഷേ ഇത് ഫ്ലവറിസ്റ്റിനടക്കം ഫ്ലവർ ഷോപ്പിലൊക്കെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബേബി സ്പ്രിത്ത്. അതേപോലെ ഇതിന് ബേബീസ് വെയിൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷോർട്ടായിട്ട് ഫ്ലവറിസ്റ്റുകളൊക്കെ ജിപ്സ്, അതല്ലെങ്കിൽ ജിപ്സോ, അതല്ലെങ്കിൽ എന്താണ് ജിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഷോർട്ടായിട്ട് സംസാരിക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ശാസ്ത്രീയ നിയമം അഥവാ ബൊട്ടാനിക്കൽ നിയമം പറയുന്നത് ജിപ്സഫീല പാനിക്കുലാറ്റ എന്നാണ്. അതേപോലെ തന്നെ ഇത് പല വെറൈറ്റീസുകൾ വരുന്നത് ഇതിന്റെ ഒരു ആകൃതിയും ഇതിന്റെ ഒരു ലെങ്ത് ഒക്കെ വെച്ചിട്ടാണ്. അതുപോലെ ഇതിന്റെ ഈ ബോളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ തിക്കോട് കൂടിയിട്ടും വളരെ അടുത്തുള്ള ബോളുകൾ വരുന്ന രീതിക്കുള്ള ഒരു വെറൈറ്റി ആണ് മില്യൺ സ്റ്റാർ എന്ന് പറയുന്നത്. ഇത്ര വലുപ്പം ഉണ്ടാവില്ല, കുറച്ചും കൂടി ചെറുതായിരിക്കും, പക്ഷെ അത് ഒത്തിരി ഉണ്ടാവും ഒരു സ്റ്റെമ്മില്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു മോഡലാണ് പെർഫെക്റ്റ എന്ന് പറയുന്ന ഒരു വെറൈറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്നോ ഫ്ലേക്ക് എന്ന് പറയുന്ന ഇതൊരു സ്നോ ഫ്ലേക്ക് വെറൈറ്റിയിൽപ്പെട്ടാണ്. പിന്നെ എക്സൽ ജിപ്സഫീല എന്ന് പറയുന്നത് കുറച്ചുകൂടി ലോങ് ആയിട്ടുള്ള സ്റ്റെമൊക്കെ വരുന്നതാണ്. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ഇത് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കെയറിങ്ങിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കെയർ ചെയ്യുന്നത് ഇത് കെയർ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, മറ്റുള്ള ഫ്ലവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഫ്ലവേഴ്സ് വലിയൊരു കെയർ ഇല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പെട്ടെന്ന് ഡ്രൈ ആയി പോവാത്തതാണ്, കുറച്ച് ലാസ്റ്റിംഗ് കൂടുതൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ ഏതൊരു ഫ്ലവേഴ്സും ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പുതുതായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ റൂമിലോ മറ്റോ വെച്ചതാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇതൊന്ന് അല്പഭാഗം കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ പുതുതായിട്ട് വരുന്നത് ഫ്രഷ് ആണെങ്കിൽ കൂടുതൽ ഹൈറ്റിൽ വെച്ച് കട്ട് ചെയ്യണമെന്നില്ല, ഒരു 1/4 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതും 45 ഡിഗ്രി സ്ലോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ്, 1-2 ദിവസമൊക്കെ കട്ട് ചെയ്യാത്തതാണെങ്കിൽ ഒരു 1/2 ഇഞ്ച് ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. അതെന്താ വെച്ചാല് ഇത് ലൈവായിട്ട് ഇതിന് വെള്ളം കുടിക്കാൻ പറ്റണം. അപ്പൊ അത്രയും ഭാഗം എന്തായിട്ടുണ്ടാവും, അത് ഫംഗൽ പിടിച്ചിട്ടോ അതല്ലെങ്കിൽ അതിന്റെ ക്ലാവ് പിടിച്ചിട്ടോ ഒക്കെ നമുക്ക് അതിലേക്ക് അബ്സോർബ് ചെയ്യാം, അത് വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറിയിട്ടുണ്ടാവും. അത് ഒന്നുകൂടി നമ്മൾ കട്ട് ചെയ്തോ റീഫ്രഷ് ആയിട്ട് വീണ്ടും അത് നന്നായിട്ട് വെള്ളമൊക്കെ സക്ക് ചെയ്ത് അത് വീണ്ടും എനർജറ്റിക് ആയിട്ട് വരുന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ മേലെ കൂടുതൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് 2 രീതിയിലുള്ള കെയറിങ് ആവശ്യമാണ്. ഇതിപ്പം നമ്മൾ വെക്കുകയാണെങ്കിൽ ഇത് ഒരു ടിഷ്യൂ പേപ്പർ പോലുള്ള പേപ്പറിൽ ഒന്ന് ടിഷ്യൂ പേപ്പർ, ഫൈൻ ടിഷ്യൂ പേപ്പർ അല്ല, കുറച്ചുകൂടി തിക്നെസ് ഉള്ള പേപ്പറിൽ ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് കവർ ചെയ്യുക. അതിനുശേഷം രണ്ടാമതൊരു പ്ലാസ്റ്റിക് സെലോപ്പിയൻ പേപ്പർ പോലുള്ള പേപ്പറിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ സ്റ്റോർ ചെയ്യാൻ ഈസിയാണ്, വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ട് കളേഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. നേരത്തെ വൈറ്റ് മാത്രമായിരുന്നു ഇത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് കളേഴ്സുകൾ, ഹൈബ്രിഡ് ആയിട്ടുള്ള പല ഐറ്റംസ് വരുന്നുണ്ട്. ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള കളർ ഉള്ളതുണ്ട്, അതേപോലെ തന്നെ നമുക്കിത് കളർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതിന് പല മെത്തേഡുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഈ ബേബി സ്പ്രിത്ത്. അതേപോലെ തന്നെ ജിപ്സഫീലിയ എന്ന് പറയുന്ന ഫ്ലവർ നമ്മുടെ മനസ്സിനെ ഒരു പൂ എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ മനോഹരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു ഫ്ലവർ കൂടിയാണ്. സോ മറ്റൊരു ഫ്ലവേഴ്സിന്റെ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ്മി ഇസ്മായിൽ ടിപി. താങ്ക് യു.